ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിരണിനെ കാണുമ്പോഴത്തേക്കും സരയു ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് കിരൺ ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ താരാൻ്റെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നാലിടി എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും കള്ളം പറഞ്ഞ് മാറുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അവരെ കാണാൻ വേണ്ടി വന്നൊന്നുമല്ല, വിക്രത്തിൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി വന്നാ. എന്താ പുതിയ വല്ല പദ്ധതി ഒപ്പിക്കാനാണോ എന്ന് കിരൺ ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെ നിന്നോട് പറയേണ്ട കാര്യം എന്താ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. നീ എന്തൊക്കെ കള്ളം പറഞ്ഞാലും നീ അവിടെ താരേൻ്റെ ഉണ്ടോയെന്ന് ഉറപ്പിക്കാൻ വേണ്ടി വന്നതെന്ന് എനിക്ക് 100% അറിയാടി എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും സരയു പറയുന്നുണ്ട്, ആണെങ്കിൽ തന്നെ നിനക്കെന്താ, അവരെ കൊന്നെങ്കിൽ അവരെ അതുപോലെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ടാ. അവർക്ക് എൻ്റെ അമ്മയാണ് പോലും, എൻ്റെ അമ്മേനെ മാറ്റി പ്രതിഷ്ഠിക്കാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് കേട്ടോ. കുറേ നേരം ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും കിരണിന് ദേഷ്യം വരുവാണ്. കിരൺ പറയുന്നുണ്ട്, എടി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും താരാൻ്റെ ജീവിതം നശിപ്പിച്ചത് നിൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അത് നീ അല്ലെങ്കിൽ നിൻ്റെ സഹോദരിയോ സഹോദരനോ ആയിരിക്കും. അപ്പം നീ അത് കേട്ടെന്നോർത്ത് ഒരു കുഴപ്പം ഉണ്ടാവുകയില്ല എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സരയുവിനാകെ കൂടി നാണക്കേടും ഇതൊക്കെ ആവുകയാണ്. ദേഷ്യം വന്നിട്ട് സരയു വരെ, നീയും നിൻ്റെ ആൾക്കാരോട് എന്നെ താറടിക്കാൻ വേണ്ടിയിട്ടല്ലടാ ഇതുപോലെ ഓരോ കഥ പറയുന്നതെന്ന് പറഞ്ഞാൽ കിരണിൻ്റെ കഴുത്തിൽ കയറി പിടിക്കും കേട്ടോ. കിരണ് ദേഷ്യം വന്നിട്ട് കൈ തട്ടി മാറ്റിയിട്ട് പറയുകയാണ്, നീ മര്യാദയ്ക്ക് നിന്നു, നീ ആൻറ്റിയോട് ചെയ്തതിന് നല്ല ദേഷ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി കൂടുതൽ ഇവിടെ കിടന്ന് വേഷം കെട്ട് കാണിക്കാതെ പോകാൻ നോക്കടി എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നടന്ന കാര്യമൊക്കെ ഒന്ന് താരയോട് പറയുന്നുണ്ട്. പക്ഷെ താര എപ്പോഴും സ്വന്തം കുഞ്ഞാണല്ലോ എന്നോർത്ത് വെറുക്കാൻ പറ്റാതെ ഇങ്ങനെ ക്ഷമിക്ക് എന്നൊക്കെ പറയുവാണ് കേട്ടോ കിരണിനോട്. എന്നിട്ട് കിരൺ പറയുന്നുണ്ട്, ഞാൻ കല്യാണിനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവൾ എന്താ വരാത്തെ, ആൻറ്റീനെ ഇവിടെ തന്നെ ആക്കിയിട്ട് പോകുന്ന ഒട്ടും സേഫല്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും സരയു തിരിച്ചു പോകുമ്പോൾ ചിന്തിക്കുവാണ്, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഇടതും വലതും ആളുണ്ടോ, ഇനി എന്തായാലും ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവരെ തീർക്കുന്ന ബുദ്ധി, എത്രയും പെട്ടെന്ന് വണ്ടി തിരിച്ചു വിട് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് തിരിച്ചു പോവാം കേട്ടോ. ആ സമയത്ത് കാർത്തിക താരയെ കാണാൻ വേണ്ടി വരുവാണ്. താരയോട് പറയുന്നുണ്ട്, ആൻറ്റി മകളെ സ്നേഹിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അവൾക്ക് അങ്ങനെ ഒരു സ്നേഹം ഇല്ലെങ്കിൽ അത് വിട്ട് കളയുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ കിരണിനോട് കല്യാണിയെ ഒന്ന് പ്രത്യേകം സൂക്ഷിക്കണം, എല്ലാവർക്കും നമ്മളോട് നല്ല ദേഷ്യമുണ്ട് എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അവളിതൊക്കെ അതിജീവിച്ച് വന്ന പെങ്കൊച്ചല്ലേ, ഇതിലും വലുത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, സാരമില്ല അവളതൊക്കെ മാനേജ് ചെയ്തോളും എന്നൊക്കെ പറയുക കേട്ടോ. കഴിഞ്ഞ കാർത്തി അവിടെ നേരെ ഇറങ്ങുമ്പോഴേക്കും വിക്രം ഹോസ്പിറ്റലിലോട്ട് വരുവാണ്. വിക്രം ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേടി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കാർത്തി പറയുന്നുണ്ട്, അങ്ങനെ കാണാൻ വേണ്ടി വന്നതൊന്നുമല്ല ഞാൻ, എനിക്കിവിടെ കാണാൻ വേറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് അവർ ഒന്നും രണ്ടും പറഞ്ഞ് തർക്കമാവുകയാണ് കേട്ടോ. ദേഷ്യം വന്ന് നീ നിൻ്റെ അമ്മയും കൂടെ കാണിച്ചതെന്ന് പറഞ്ഞ് കാർത്തിയുടെ കഴുത്തേ കയറി പിടിക്കുകയാണ് കേട്ടോ വിക്രം. ഇത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ആ വഴിക്ക് നമ്മുടെ കിരൺ എത്തുവാണ് കേട്ടോ. കിരണാണെങ്കിൽ ഇത് കണ്ട് ദേഷ്യം വന്ന് വിക്രത്തിനെ തലങ്ങനും വിലങ്ങനും അടിക്കുവാണ്. വിക്രം പറയുന്നുണ്ട്, നീ ഇവളൊക്കെ മനസ്സിൽ കരുതി വെച്ചോ, എല്ലാത്തിനും കൂടി ഞാനൊരു പക വീട്ടുന്ന ദിവസം വരും എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും കിരണിന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനെ ചികിത്സിക്കാൻ നിൻ്റെ അമ്മൂമ്മ വഴി കൂടെ നടന്ന് തെണ്ടുവാ, ഇപ്പം ചികിത്സിക്കാനുള്ള കാശ് കൊടുത്ത എൻ്റെ അമ്മയാണ്. ആ തെണ്ടുന്ന അവരെ മര്യാദയ്ക്ക് നോക്കാൻ കഴിയാത്ത നീയാണോ ഞങ്ങളെ വെല്ലുവിളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്, ആദ്യം അത് പോയി നോക്കടാ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും വിക്രത്തിനാകെ നാണക്കേടാവുകയാണ്. വിക്രം അവിടെ നിന്ന് തിരിച്ചു വന്നു പോകും കേട്ടോ. അപ്പോഴേക്കും കിരൺ വീണ്ടും വിളിച്ചൊരു ഒറ്റ അടി കൊണ്ട് മുഖത്തോട്ട് വെച്ച് കൊടുക്കുവാണ്. ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട്, ഒരു ഫോൺ കോൾ മതി എന്നോട് ഇപ്പോൾ ചെയ്തതിന് നിന്നെ എനിക്ക് തിരിച്ച് പകരം വീട്ടാൻ വേണ്ടി, നിനക്ക് അതുപോലും നീ അർഹിക്കുന്നില്ല, അത്രയ്ക്ക് പ്രതികാരം ചെയ്യേണ്ട അവസ്ഥ പോലും ഇല്ല, നീ അത്രയും താഴ്ന്ന ഇതിലാണ് കിടക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ. ഈ ദേഷ്യം എല്ലാം കൂടെ കൊണ്ട് വിക്രം ചെന്ന് ഫ്രണ്ട്സിനോട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് കിരണിനെ തട്ടിക്കളയണം എന്ന് പറയും കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, കാശ് സരയു തരും, പക്ഷേ അവനെ തട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, കാരണം അവർക്ക് അത്രയ്ക്ക് ഹോൾഡുണ്ട്. അതുമാത്രമല്ല ലാസ്റ്റ് കേസായാലും എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്ക് തൂക്കയർ കിട്ടിയാലും വേണ്ടിയല്ല, ആ കല്യാണി എന്ന് പറയുന്നവൾ ജീവിതകാലം മുഴുവനും വിഷമിച്ച് വേദനിച്ച് നടക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ പറയും കേട്ടോ. തിരിച്ച് സരയു വരുമ്പോഴത്തേക്കും ഫോൺ വിളിച്ചുകൊണ്ട് കിരൺ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന കാണുവാണ് കേട്ടോ. എന്നിട്ട് സരയു നേരെ താരയുടെ മുറിയിൽ ചെന്ന് കയറുവാണ്. താരയാണെങ്കിൽ സരയുവിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നോക്കി കാണും കേട്ടോ. അപ്പോഴത്തേക്കും സരയു എടുത്ത് നിന്നിരിക്കുക, നിങ്ങൾ ഇതുവരെ ചത്തില്ലല്ലേ, ഇനി ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബാക്കി ഉണ്ടാവുകയില്ല, നിങ്ങളുടെ കാര്യത്തിൽ ഇന്നത്തോടെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്നും പറഞ്ഞ് താരയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ താരയ്ക്ക് തീരെ ശ്വാസം കിട്ടാതെ ആവുകയാണ്. താര ആകെ പേടിച്ച് ഒച്ച വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷേ ഒച്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒന്നും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ താരേനെ കൊല്ലാൻ വേണ്ടി സരയു നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്